ഞാനത് എന്നേക്കും സൂക്ഷിക്കും എന്നതായിരുന്നു ICC ഹാൾ ഓഫ് ഫെയിം ബഹുമതിയിൽ MS ധോണിയുടെ പ്രതികരണം. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം MS ധോണിയെ ICC ഹാൾ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി. ജൂൺ 9 തിങ്കളാഴ്ച ICC പുറത്തിറക്കിയ പട്ടികയിൽ ധോണി ഉൾപ്പെടെ 7 പേർക്ക് ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം ലഭിച്ചു. ക്രിക്കറ്റിന് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾക്ക് ക്ലബിൽ ചേരുന്ന 11ാമത്തെ ഇന്ത്യക്കാരനാണ് ഇതിഹാസ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. എലൈറ്റ് ക്ലബിൽ അംഗത്വം ലഭിച്ചപ്പോൾ ക്രിക്കറ്റിലെ മറ്റു നിരവധി ഇതിഹാസങ്ങൾക്കൊപ്പം തന്റെ പേരും ഉൾപ്പെട്ടത് വലിയൊരു ബഹുമതിയാണെന്ന് ധോണി പറഞ്ഞു. തലമുറകളിലൂടെയും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് കളിക്കാരുടെ സംഭാവനകളെ അംഗീകരിക്കുന്ന ICC ഹാൾ ഓഫ് ഫെയിമിൽ പേര് ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ ഒരു ബഹുമതിയാണ്. അത്തരം എക്കാലത്തെയും മികച്ച താരങ്ങൾക്കൊപ്പം നിങ്ങളുടെ പേരും ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഒരു അത്ഭുതകരമായ അനുഭവമാണ്. അത് ഞാൻ എന്നും വിലമതിക്കും, ധോണി ICCയുടെ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഡിസംബർ 23 ബംഗ്ലാദേശിനെതിരായ ഏകദിന മത്സരത്തിലൂടെയാണ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ പന്തിൽ തന്നെ റൺഔട്ടായതോടെ കരിയറിന് മോശം തുടക്കമാണ് ലഭിച്ചത്. എന്നാൽ വിശാഖപട്ടണത്ത് പാകിസ്ഥാനെതിരായ 5ാം മത്സരത്തിൽ ധോണി 148 റൺസ് നേടി. ആ തിരിച്ചടി അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചിരുന്നില്ല. അതിനുശേഷം 3 ഫോർമാറ്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീമിൽ ഇടം നേടിയ റാഞ്ചിയിൽ നിന്നുള്ള ആ പയ്യന് തിരിഞ്ഞു നോക്കേണ്ടതേ വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ധോണി ടീമിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും തന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ അത്ഭുതപൂർവമായ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. 2007 ICC T20 ലോകകപ്പിൽ ഒരു യുവ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചു അദ്ദേഹം. 2011 ശ്രീലങ്കയ്ക്കെതിരായ ഫൈനലിൽ 91 റൺസ് നേടി ശ്രദ്ധേയമായ ഇന്നിംഗ്സിലൂടെ ഏകദിന ലോകകപ്പിനായുള്ള രാജ്യത്തിന്റെ 28 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടു. ധോണിയുടെ ഭരണത്തിന് കീഴിൽ 2013 ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായി. എല്ലാ ICC ട്രോഫികളും നേടുന്ന ആദ്യത്തെയും ഏക ക്യാപ്റ്റനുമായി അദ്ദേഹം മാറി. 608 ഇന്നിംഗ്സുകളിൽ നിന്ന് 634 ക്യാച്ചുകളും 195 സ്റ്റംപിങ്ങുകളും ഉൾപ്പെടെ 829 പുറത്താക്കലുകളുമായി ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ 3ാമത്തെ വിക്കറ്റ് കീപ്പറുമാണ് അദ്ദേഹം.